നമസ്കാരം, എല്ലാവർക്കും മാജിക് വിത്ത് ശ്രീയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ? തൃശ്ശൂർ പൂരത്തിൻ്റെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂർക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. നമ്മൾ ഈവനിങ് ടൈമാണ് പോകുന്നത്. 18-ാം തീയതിയാണ് കേട്ടോ പോയത്. നമ്മുടെ വീടിൻ്റെ അവിടുന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ. അധികം ട്രാഫിക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗുരുവായൂർ റൂട്ട് പോയില്ല. അതായത് ഗുരുവായൂർ, കേച്ചേരി, മുണ്ടൂർ വഴി പോവാം. അതല്ലെങ്കിൽ പാവറട്ടി ആ വഴിയും പോവാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോയത് പാവറട്ടി റൂട്ടാണ്. ഇതിപ്പോൾ പാവറട്ടി സെൻറ്ററാണ് കേട്ടോ. അപ്പോൾ പാവറട്ടി എന്ന് പറയുമ്പോൾ ഒരു നൊസ്റ്റാൾജി ഫീലാണ്. കാരണം 1 തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത് പാവറട്ടിയിലാണ് കേട്ടോ. ക്രൈസ്റ്റ് കിങ്ങിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് കേട്ടോ, 1 തൊട്ട് 10ാം ക്ലാസ് വരെ. അപ്പോൾ സ്കൂൾ അങ്ങനെ കാണില്ല, കുറച്ച് ഉള്ളിലോട്ടാണ്. പിന്നെ ഈ കാണുന്നത് പാവറട്ടി പള്ളിയാണ് കേട്ടോ. പാവറട്ടി പള്ളിയിലും പെരുന്നാൾ നടക്കാൻ പോവാണ്. 19, 20, 21 കേട്ടോ പാവറട്ടി പള്ളി പെരുന്നാൾ. സ്കൂളിൽ പഠിക്കുമ്പോൾ മിക്ക ദിവസങ്ങളിലും പള്ളിയിൽ കയറി പ്രാർത്ഥിക്കാൻ പോവാറുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. തൃശ്ശൂർ ഇതിപ്പോൾ ഉള്ളത് കോട്ടപ്പുറമാണ് കേട്ടോ. നടുവിലാൽ എത്തണുള്ളൂ. അപ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ ബ്ലോക്ക് ഉണ്ട് കേട്ടോ, ട്രാഫിക് ഉണ്ട്. നമ്മൾ പോയ സമയം എന്ന് പറയുന്നത് തിരക്കാവണേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ രീതിയിൽ ഇതുവരെ നമുക്ക് ട്രാഫിക്കൊന്നും കിട്ടാതെ എത്താൻ പറ്റിയത് കേട്ടോ. അങ്ങനെ നമ്മളിതാ നടുവിലാലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു പൂരപ്പന്തലുണ്ട്. മെയിനായിട്ടുള്ളതല്ല തോന്നുന്നു കേട്ടോ. അതായത് മെയിനായിട്ടുള്ള നമ്മുടെ വടക്കുന്നാഥൻ്റെ ഫ്രണ്ട് വശത്തുള്ള പൂരപ്പന്തലാണ് കേട്ടോ. അത് മെയിനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ തൃശ്ശൂർ പൂരം കാണാൻ പോകുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ തലേദിവസം ആനച്ചമയം കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നതെങ്കിലും ഇതുവരെ അങ്ങനെ തൃശ്ശൂർ പൂരത്തിനോ ആനച്ചമയം കാണാനോ ഒന്നിനും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇപ്രാവശ്യം തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടിയിട്ട്, ആനച്ചമയം കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് കേട്ടോ. അങ്ങനെ പൂരനഗരിയിലെത്തിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി നടന്നിട്ട് കാഴ്ചകൾ കാണാനൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ ചെല്ലുന്ന സമയത്ത് ഇത്ര തിരക്കൊക്കെ ഉള്ളൂ കേട്ടോ. അതായത് നമുക്ക് നടക്കുമ്പോൾ അങ്ങനെ ഭയങ്കര ഒരു തിക്കും തിരക്കൊന്നും ഫീൽ ചെയ്തിരുന്നില്ല. അങ്ങനെ നടന്നിട്ട് വടക്കുന്നാഥന് മുന്നിൽ എത്തിയിട്ടുണ്ട്. അമ്പലത്തിൽ കയറണം എന്നുണ്ടായിരുന്നു, പക്ഷെ നോണ് കഴിച്ച കാരണം അമ്പലത്തിൽ കയറിയില്ല. ഇന്ന് പൂരം കാണാൻ പോകുന്നതെന്ന് ഒരു ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല. അതിന് ശേഷം പിന്നെ ഞങ്ങൾ നമ്മൾ പൂരപ്പറമ്പിലൊക്കെ കാണില്ലേ, സുണ്ടൽ എന്നാണ് തോന്നുന്നു കേട്ടോ അതിന് പറയുക. എനിക്ക് കറക്റ്റ് അറിയില്ല. വെള്ളക്കടല വെച്ചിട്ടുള്ള ഒരു, വെള്ളക്കടല മാത്രമല്ല കേട്ടോ, വെള്ളക്കടലയും പിന്നെ കാബേജ് ഇടുന്നുണ്ട്, പിന്നെ തക്കാളി ഇടുന്നുണ്ട്, അതിൽ കുക്കുംബർ, പിന്നെ നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് സംശയമുണ്ട്. പിന്നെ സോസൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ നമുക്ക് തരിക. കൊള്ളായിരുന്നു കേട്ടോ, കുഴപ്പമില്ല. ഞാനിപ്പോൾ 2-3 പ്രാവശ്യം ഇത് കഴിക്കണ പൂരങ്ങൾക്ക് പോയിട്ട്. അപ്പോൾ അതിനേക്കാളും ടേസ്റ്റ് തോന്നിയത് എനിക്ക് ഇവിടെ വെച്ച് കഴിച്ചപ്പോഴാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരനടയിലാണ് കേട്ടോ. അവിടെ ഇങ്ങനെ പൂവുകളെ കൊണ്ടൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു ഐസ്ക്രീം കഴിക്കാനായിട്ട് നിന്നതാണ് കേട്ടോ. സുണ്ടൽ ഇത്തിരി സ്പൈസി ആയിരുന്നു, അപ്പോൾ അതൊന്ന് മാറ്റാനായിട്ട് ഐസ്ക്രീം കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു പരിചയമുള്ളൊരു ചേച്ചീനെ കണ്ടപ്പോൾ വർത്തമാനം പറയാനായിട്ട് നിന്നതാണ്. അതിനിടയിൽ ഞാനൊരു കോൺടെസ്റ്റ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ കിട്ടിയ ഗിഫ്റ്റാണ് ഈ ഒരു ഡയറി മിൽക്കും അതേപോലെ തന്നെ അവരുടെ ഒരു ഫ്രീ വൗച്ചർ കൂപ്പണാണ് കേട്ടോ അത്. അപ്പോൾ അത് വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി, കാരണം ഞാനാണ് പങ്കെടുത്തത്. വീഡിയോ എടുക്കാൻ പറയാനും മറന്നുപോയി കേട്ടോ. അപ്പോൾ പൂരത്തിൻ്റെ എക്സിബിഷൻ നടക്കുന്നത് തെക്കേ ഗോപുരനടയിലേക്ക് വന്നതിന് ശേഷം പിന്നെ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ എക്സിബിഷൻ നടക്കുന്നത്. അവിടെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റായി പോവും, പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ പാറയമക്കാവ് അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ക്യൂ ആണ് ഇവിടെ, പുറത്തുനിന്ന് തൊട്ടിട്ട് ഇങ്ങനെ ക്യൂ ആണ് ആനച്ചമയം കാണാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ക്യൂവിലാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ റോട്ടിൽ നിന്ന് ക്യൂ നിന്നിട്ട്
ഇതിപ്പോൾ ഉള്ളിലേക്ക് വന്ന് അമ്പലത്തിൻ്റെ ഉള്ളിലല്ല, അമ്പലത്തിൻ്റെ സൈഡിലാണ് കേട്ടോ പാറേമക്കാവിൻ്റെ ആനച്ചമയം ഒരുക്കിയുള്ളത്. അങ്ങനെ അവസാനം നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ക്യൂ ഉണ്ട്, തിരക്കുണ്ട്. എല്ലാവരും ഈ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും കാരണമാണ് മെയിനായിട്ട് തിരക്ക് തോന്നിക്കണം കേട്ടോ. എല്ലാവരുടെയും ഒരു ആഗ്രഹമല്ലേ പൂരച്ചമയം കാണാൻ പോകാനും വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനും. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കൂടിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ശരിക്കും പറയാൻ വെച്ചാൽ ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഓരോ കാര്യങ്ങളും അവർ ഒരുക്കിയേക്കണത് കേട്ടോ. ആ സെൻറ്ററിൽ ഇരിക്കുന്നതാണ് ദേവിയുടെ മെയിനായിട്ടുള്ള തിടമ്പ് എന്നാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് പൂരത്തിനെ പറ്റിയിട്ട് അറിയില്ല, ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ് കാണാൻ വരുന്നതെന്ന്. പക്ഷേ ആ തിടമ്പ് കണ്ടപ്പോൾ മനസ്സിലായി അതാണ് മെയിനായിട്ടുള്ള ആനേരെ പുറത്ത് വെക്കുന്ന തിടമ്പ് തന്നെയല്ലേ അതിന് പറയാം. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സെയിം ഹോളിൻ്റെ മുകൾ വശത്താണ് കേട്ടോ. കുടമാറ്റത്തിൻ്റെ കുടകൾ കേട്ടോ, വെറൈറ്റി ടൈപ്സിലുള്ള കുറേ അധികം കുടകൾ കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള കുടകളാണ് കേട്ടോ. അതായത് നമുക്ക് എന്താ പറയുക, കണ്ണിന് വളരെയധികം കുളിർമയേകുന്ന കാഴ്ച എന്നൊക്കെ പറയില്ലേ, അതേ തരത്തിലുള്ള ഒരു കാഴ്ചയായിരുന്നു കേട്ടോ ഈ കുടകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാനായിട്ട്. അങ്ങനെ ആനച്ചമയങ്ങളൊക്കെ കണ്ടിട്ട് പാറേമക്കാവിൽ നിന്ന് ഇറങ്ങി തിരിച്ച് സെയിം വഴി കൂടി തന്നെയാണ് കേട്ടോ തിരിച്ച് വരുന്നത്. അങ്ങനെ നമ്മൾ എക്സിബിഷൻ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ നല്ല തിരക്കായി തുടങ്ങി ആ സമയത്ത്. എല്ലാവരും ഈ രാത്രിയിലാണല്ലോ, ഈ രാത്രിയാണ് കൂടുതൽ കാണാനായിട്ട് ഭംഗിയും, ഈ ലൈറ്റുകളും അതേപോലെ ആ ഒരു മൈതാനം എന്ന് പറയുന്നത് അത്രയ്ക്കൊരു ഭംഗിയായിരുന്നു കേട്ടോ രാത്രിയിലത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളൊരു സർബത്ത് കടയിൽ കയറിയേക്കാണ് കേട്ടോ. കുലുക്കി സർബത്തിൻ്റെ കടയാണ് കേട്ടോ. അപ്പം മോന് ബൂസ്റ്റ് കുലുക്കി വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് നിന്നതാണ്. അതിനിടയിൽ അവൻ വേറൊരു പയ്യനുണ്ടായിരുന്നു, അവൻ ഇത് കുലുക്കി പഠിക്കുക തോന്നുന്നു. 3 ഗ്ലാസ്സോളം അതിൻ്റെ ഇടയിൽ പൊട്ടിച്ചവൻ. പിന്നെ ഞാനൊരു പൈനാപ്പിൾ കുലുക്കി വാങ്ങിച്ചു. കുഴപ്പമില്ല കേട്ടോ, നല്ലതായിരുന്നു. പൈനാപ്പിൾ കുലുക്കി എനിക്കിഷ്ടമായി. അങ്ങനെ തെക്കേ ഗോപുരനടയിലെ രാത്രിയിലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ. അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച എന്ന് തന്നെ പറയണം കേട്ടോ. അങ്ങനെ പൂരനഗരിയിലെ പൂരക്കാഴ്ചകളും ആനച്ചമയങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് പോവാണ് കേട്ടോ. ഞങ്ങൾ വരുന്നതിൻ്റെ 2 ഇരട്ടി തിരക്ക് എന്ന് പറയില്ലേ, ആ തിരക്ക് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ തിരിച്ചു വരുമ്പോൾ. അതുകൊണ്ട് റോഡ് നല്ല ബ്ലോക്കായിരുന്നു. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകും വഴി ഒരു ചെറിയ തട്ടുകട കേട്ടോ, വളരെ ചെറിയ തട്ടുകടയിൽ കയറി ബീഫും അതേപോലെ തന്നെ കൊള്ളിയാണ് കേട്ടോ, അത് കപ്പയാണ്, അതും കൂടി കഴിച്ചു. ഇത് അമല കഴിഞ്ഞിട്ട് മുണ്ടൂർ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. സമയം രാത്രി ചെയ്തുകൊണ്ട് എനിക്ക് സ്ഥലം അത്ര പരിചയമല്ലായിരുന്നു. അപ്പോൾ അധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കൊള്ളിയും ബീഫും അതുപോലെ തന്നെ കൊള്ളിയും മുട്ടയും പിന്നെ ബ്രെഡ് ഓംലേറ്റ് പിന്നെ ചപ്പാത്തിയും കുറുമക്കറിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ കൊള്ളിയും ബീഫും അതുപോലെ തന്നെ ബ്രെഡ് ഓംലേറ്റും പിന്നെ സെപ്പറേറ്റ് ഓംലേറ്റും മാത്രമാണ് കഴിച്ചത് കേട്ടോ. ഫുഡ് നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു, പക്ഷേ ക്വാണ്ടിറ്റി കുറവായിരുന്നു കേട്ടോ. സാധാരണ തട്ടുകടയിൽ നിന്ന് നല്ല രീതിയിൽ ക്വാണ്ടിറ്റി കിട്ടാറുണ്ട്. ഇത് പക്ഷേ ക്വാണ്ടിറ്റി കുറവായിരുന്നു, പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. പൂരക്കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ. അപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.